ഹായ് ഡിയർ നീറോ, നിങ്ങൾക്കെല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പപ്പായ ഷേക്കാണ്. പപ്പായ ഷേക്ക് മാത്രമല്ല കേട്ടോ, ഇതിന് ലാസ്റ്റായിട്ട് വേറൊരു ടിപ്പ് കൂടെ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതെ ലാസ്റ്റ് വരെ കാണണം. അപ്പം നമുക്ക് പപ്പായ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നല്ല പഴുത്ത പപ്പായയാണ്, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പപ്പായ ഒന്ന് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് പപ്പായ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇച്ചിരി കൂടുതലുമായിട്ട് പപ്പായ ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെ 2 പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സിമ്പിൾ ടിപ്പിൻ്റെ കാര്യം. അപ്പം അതിനു വേണ്ടി ഒരു ഇച്ചിരി എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. പപ്പായയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇതിച്ചിരി മധുരമുള്ള പപ്പായ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാ പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ പപ്പായ ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് കാഷ്നട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ സാരമില്ല, ഞാൻ വെറുതെ ഇട്ടതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അടുത്ത വേറൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പപ്പായ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവും കൂടെയാണ്. അപ്പം ഞാനിത് നേരത്തെ അരച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇത് ഇച്ചിരി തിക്കാണ്. അപ്പം ഇത് നമുക്കൊരു ഫേഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു ഇച്ചിരി ഹണിയാണ്. അപ്പം ഹണി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഒരു ഡ്രൈ സ്കിന്നുകാർക്കും ഏത് സ്കിന്നുകാർക്കും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 1 സ്പൂണ് ഹണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും വളരെയധികം പ്രയോജനപ്പെടും. ഇത് മാറ്റിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ചിലവർക്കാണെങ്കിൽ ഈ ഓയിൽ സ്കിന്നുള്ളവർക്ക് ഹണി ഒന്നും പറ്റത്തില്ല എന്ന് ചിലവർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഹണി ഏത് സ്കിന്നുകാർക്കും ഉപയോഗപ്രദമാണ്. ഇത് മുഖത്തും കഴുത്തിലുമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഉണങ്ങും. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും മുഖത്തിൻ്റെ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഡെയിലി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും അവൈലബിളായിട്ട് കിട്ടുന്ന സാധനം കൂടെയാണ്. അപ്പം ഇതും കൂടെ